ഏകദേശം ഓൾമോസ്റ്റ് 20 years ആയി ഇൻഡസ്ട്രിയിൽ. അപ്പം 27 years ആയി. 27 1986 യുവജനോത്സവം സർവകലാശാലയിൽ നിന്ന് മൂവിയിൽ നിന്നാണ് സാർ തുടങ്ങിയത്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ മൊത്തത്തിൽ ഇപ്പോൾ ഇൻഡസ്ട്രീസിനും ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഡയറക്ടേഴ്സിനും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സാർ എങ്ങനെയാണ് ഈ മാറ്റത്തിനെ കാണുന്നത്? അത് പ്രകൃതിയുടെ നിയമമാണ്, എല്ലാ മാറ്റം ഉണ്ടാവണം എന്നുള്ളത്. നമ്മള് ഇപ്പൊ ബെൽബോട്ടം ഇട്ടുകൊണ്ട് പോകുന്നുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ഇട്ടുകൊണ്ട് പോയിട്ടുണ്ട്. കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും 38 ആരെങ്കിലും ഇട്ടുണ്ടെന്ന് 40 ആക്കും അടുത്ത ബാച്ച്. അപ്പൊ അത് ആ കാലത്തിന്റെ ആവശ്യമായിരുന്നു. ഈ കാലത്ത് ആരും ഉപയോഗിക്കാറില്ല. അതേപോലെ തന്നെ സിനിമയുടെ എല്ലാം മാറിക്കൊണ്ടിരിക്കും. അന്നത്തെ കാലത്ത് ക്യാരവനില്ലായിരുന്നു, ഇന്ന് ക്യാരവനുണ്ട്. അന്നത്തെ കാലത്ത് ഫിലിമായിരുന്നു, ഇന്ന് ഡിജിറ്റലാണ്. അന്ന് ഒരുപാട് ലൈറ്റ് വേണമായിരുന്നു. മിനി ബ്രൂട്ട് എന്ന് പറഞ്ഞ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും ഇരിക്കാൻ പോലും ഒക്കില്ല. ചൂടെന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ ചൂടായിരുന്നത്. അതിപ്പോൾ അതിൻ്റെ ആവശ്യമേ ഇല്ല. ഒരു മെഴുകുതിരിയിൽ വരെ ഷൂട്ട് ചെയ്യാവുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. അപ്പം അങ്ങനത്തെയൊക്കെ കാലം മാറുന്നതനുസരിച്ച് പിന്നെ കഥകളുടെ രീതി മാറി. പിന്നെ ഈ എന്താ പറയുന്നത്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കഥ ഉണ്ടാക്കുന്നതിൽ നിന്ന് മാറി സ്ട്രെയിറ്റ് നേരെ എന്താ പറയുന്നത് മാറ്റർ ഓഫ് ഫാക്ട് പറഞ്ഞ് സിനിമകൾ ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു. അതിന് അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അപ്പം മാറ്റത്തിനനുസരിച്ച് നമ്മളും പോവുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പോഴും നമ്മൾ ആ പഴയ കാലത്താണ് ജീവിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാനേ ഒക്കെ ഉള്ളൂ. ആ കാലത്തിനനുസരിച്ച് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുക. എല്ലാ കാര്യങ്ങളും മാറിപ്പോയി. പക്ഷെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഈ അടുത്താണ് നമ്മൾ ഈ ന്യൂ ജനറേഷൻ എന്നുള്ളൊരു ടാഗ് സാധാരണ ആൾക്കാർ പറയാൻ തുടങ്ങിയത്. അപ്പം അതിനെക്കുറിച്ച് വല്ല അഭിപ്രായ വ്യത്യാസം? കാരണം ഇപ്പോഴും നമുക്ക് രണ്ട് സെറ്റ് ഓഫ് ആർട്ടിസ്റ്റിനെ കാണാം. ന്യൂ ജനറേഷനെ പ്രൊമോട്ട് ചെയ്യുന്നതോ സപ്പോർട്ട് ചെയ്യുന്നില്ല, ആ ഒഴുക്കിന്റെ കൂടെ പോകുന്നവരോ ഇല്ലേ, ഇതിന് തികച്ചും ഒരു ഡിഫറെന്റ് ഏരിയ ആണ് ഇന്ന് കാണുന്നവരും. അല്ല, അത് ഈ അതിനകത്തും തെറ്റിദ്ധാരണകളുണ്ട്. ആളുകൾ ആവശ്യമില്ലാതെ ഇപ്പം ഫഹദ് ഫാസിലിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ, ഞാൻ പല സ്ഥലങ്ങളിലും മിമിക്രിയിലും ഈ നമ്മുടെ സ്റ്റേജ് ഷോസിലും ഒക്കെ ഒരു ആക്ഷേപഹാസ്യത്തിൽ കൂടെ അദ്ദേഹം ഷർട്ട് ഊരി കളയുക, കാണുന്നവരെയൊക്കെ ഉമ്മ വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് അത് അദ്ദേഹത്തിന്റെ ശൈലിയാണ്, അത് ന്യൂ ജനറേഷൻ ആണെന്ന് പറയുന്ന. എനിക്ക് അതിനോടൊന്നും ഷർട്ട് ഊരി ഇവിടെ ആരും അഭിനയിച്ചിട്ടില്ല ഈ നാളുകൾ അത്രയും. പ്രണയിക്കുന്ന കാമുകിയെ ഉമ്മ വയ്ക്കുന്ന ആരും ഇവിടെ കാണിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം ചെയ്യുമ്പോൾ മാത്രം എന്തിനാണ് ഇത് ഒരു ന്യൂ ജനറേഷൻ ആണെന്ന് പറയുന്നത്? അപ്പൊ അതൊന്നും എനിക്ക് തോന്നിയില്ല. ഇതൊക്കെ ആളുകൾ ആവശ്യമില്ലാത്ത ഒരു പറഞ്ഞുണ്ടാക്കി ഇതാണ് ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാലത്തും ന്യൂ ജനറേഷൻ ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ സിനിമ വന്നിട്ടുന്ന കാലത്തല്ലേ ബാലേന്ദ്ര മേനോൻ എന്ന് പറഞ്ഞ ഡയറക്ടർ വളരെ വ്യത്യസ്തമായ എത്രയോ പടങ്ങൾ സൂപ്പർ ഹിറ്റ് ആക്കിയത്. അന്നെന്താ പറയാത്തത്? ബാലേന്ദ്ര മേനോന്റെ ന്യൂ ജനറേഷൻ ഫിലിമാണെന്ന് പറയാത്ത എന്താ? അപ്പൊ അന്നത്തെ കാലത്ത് അത് ന്യൂ ജനറേഷൻ പോലെ ഡിഫറെന്റ് ആയിരുന്നു. അന്ന് ആരും പറഞ്ഞില്ലല്ലോ. ഇന്നാണോ ഈ വാക്ക് കണ്ടുപിടിച്ചത്? അപ്പൊ അതൊന്നും ആ വാക്കിനോട് എനിക്ക് യാതൊരു പൊരുത്തവുമില്ല. എനിക്ക് ചേരാനേ സാധിക്കാത്ത വാക്കാണ് ആവശ്യമില്ലാത്തൊരു വാക്ക് ന്യൂ ജനറേഷൻ. തെറി പറഞ്ഞ അവിടെ തന്നെ ന്യൂ ജനറേഷൻ ആവുക. പിന്നെ നമ്മൾ ഇതുവരെ കാണാത്ത ഫ്രെയിമുകളോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ ഇത് ന്യൂ ജനറേഷൻ ആണെന്ന് പറയുന്നത് എനിക്കത് അറിയില്ല എന്തിനാ അങ്ങനെ പറയണമെന്ന്. അത് നമ്മുടെ കാലത്തിനനുസരിച്ച് ഓരോന്ന് മാറി മാറി വരുന്നു. അതിനനുസരിച്ച് സിനിമകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ന്യൂ ജനറേഷൻ എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. പക്ഷെ പടങ്ങളുടെ രീതി ഒരുപാട് മാറി എന്നുള്ളതേ ഉള്ളൂ. പണ്ട് ഉണ്ടായിരുന്ന പോലെ ഇപ്പം സത്യനന്ദിക്കാടിന്റെ അദ്ദേഹത്തിന്റെ പടം കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഫാമിലി, ഇതും രാജസേനൻ സാറിന്റെ ഫിലിമിനകത്തൊക്കെ ഒരുപാട് എല്ലാ ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് ഫാമിലി, വേണുനാഗവള്ളി അദ്ദേഹമാണ് എന്നെ സിനിമയിൽ കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ സിനിമയിലും അച്ഛൻ, അമ്മാവൻ, അപ്പൂപ്പൻ, അങ്ങനത്തെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഇന്ന് അതൊന്നുമില്ല. ഇന്ന് മാറ്റർ ഓഫ് ഫാക്ട് എന്താണ് കാര്യം, നമ്മൾ തമ്മിൽ പ്രണയമാണെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ മതി. നമ്മുടെ അച്ഛൻ, അപ്പൂപ്പൻ, അമ്മാവൻ ആ കാര്യങ്ങളൊന്നും പോകുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, താൻ എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, ഇത്ര അറിഞ്ഞാൽ മതി. നേരെ കഥയിലോട്ട് നേരെ പോ, അത്രേ ഉള്ളൂ. 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഷ്ടിച്ച് ആളുകൾ സിനിമ കണ്ടിട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്കും കൂടുതൽ ഈ തലയ്ക്കകത്ത് ഭ്രാന്ത് കയറാതെ ഉള്ള സാധനം കണ്ടിട്ട് ഇറങ്ങിപ്പോ. അപ്പൊ അതിന്റെ ഒരു ലാളിത്യം കൂടെ അതിനകത്തുണ്ട്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ട് നന്നാക്കുക എന്നുള്ളത്. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ആ കൂടെ 4 ആർട്ടിസ്റ്റേ അതിനകത്തുള്ളൂ, 5 ആർട്ടിസ്റ്റേ അതിനകത്തുള്ളൂ. അത് എന്ത് രസകരമായിട്ട് സംഭവമാണ്. ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല. ഒരു പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരാളും അയാളെ നോക്കുന്ന ഒരാളും അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരനും മാത്രമേ ഉള്ളൂ. അവിടത്തെ കയറി വരുന്നൊരു പെണ്ണും പിന്നെ അയാൾക്ക് അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് പറഞ്ഞത്. ആ പടം സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിയില്ലേ. അപ്പൊ അതുപോലെ സിമ്പിളായിട്ട് കണ്ട് ആസ്വദിച്ച് ഇറങ്ങി പോവുക എന്നുള്ളതാണ്. അല്ലാതെ പടയോട്ടം പോലൊരു സിനിമ ഇപ്പോഴത്തെ കാലത്ത് ചിലപ്പോൾ ഒരുപക്ഷെ വർക്കൗട്ട് ആയില്ലെന്ന് വരും. അതെന്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അതിനനുസരിച്ച് അവർക്കും സ്പീഡ് വരുന്നതനുസരിച്ച് എല്ലാവരുടെയും മനസ്സിലും സ്പീഡും വരും, രീതിയും മാറും. അത്രേ ഉള്ളൂ. അതിന് ന്യൂ ജനറേഷൻ നേരത്തെ പറഞ്ഞതൊക്കെ ടാഗ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ